ഇഷ്ടപ്പെട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബീഫിലെ ചിക്കൻ കറിയാണ്. അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. കറിവേപ്പില നല്ലതായിട്ട് വറുത്ത് കോരി എടുക്കണം. ഇത് ലാസ്റ്റിൽ നമുക്ക് പൊടിച്ച് ചേർക്കേണ്ടതാണ്. അങ്ങനെ കറിവേപ്പിലയൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു വേറെ പാത്രത്തിനകത്തോട്ട് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ആ കറിവേപ്പില മൂപ്പിച്ച അതേ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മളതിന് അടുത്തത് സവാള ഇട്ട് കൊടുക്കുന്നത്. 3 സവാളയാണ് അരിഞ്ഞ് ചേർത്തേക്കുന്നത്. ഇനി ഇതിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി അങ്ങനെ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടോ, ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിന് നമുക്ക് സവാളയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സാക്കി എടുക്കണം. പൊടികളൊക്കെ മൂത്ത് നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളിയെല്ലാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി, പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കണം. ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കുന്ന രീതിയിൽ അതൊന്ന് മിക്സ് ആക്കി എടുക്കണം. മസാലകളെല്ലാം ചിക്കന് നല്ലതായിട്ട് പിടിച്ച് ഇതാക്കിയിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചെറു തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വേപ്പില ചിക്കൻ റെഡിയാവും ഓൾമോസ്റ്റ്. അങ്ങനെ ചിക്കൻ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ആദ്യം മൂപ്പിച്ച് വെച്ചിരുന്ന കറിവേപ്പില, അപ്പോൾ അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേപ്പില ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ മല്ലിയിലയുടെയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ചതിൻ്റെയൊക്കെ ആ സ്മെല്ല് അടിപൊളി.
അങ്ങനെ ഇതാണ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കറിവേപ്പില. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ആ വറുത്ത കറിവേപ്പിലയൊക്കെ ഇട്ടപ്പോഴത്തേന് എന്തൊരു സ്മെല്ലാണെന്നറിയോ, അടിപൊളി. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ഇതിനകത്ത് നമ്മൾ കറിവേപ്പില ഒന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനകത്ത് വറുത്ത് പൊടിച്ചിട്ടേക്കുന്നതുകൊണ്ട് കറിവേപ്പില ഒന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ട്രൈ. ഓക്കെ.